ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വളരെ സ്പെഷ്യൽ ഡേ ആണ്, കാരണം നമ്മൾ നമ്മുടെ ചൈനയിലേക്കുള്ള യാത്ര തുടങ്ങുവാണ്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ട്രിപ്പ്, കാരണം കുറച്ചധികം റിസ്ക് എടുത്തിട്ട് പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനായിട്ടുള്ള ഒരു യാത്രയും കൂടിയാണ്. സോ എന്തൊക്കെയാണ് ബിസിനസ്സിന് ഉള്ളതും അതുപോലെ തന്നെ അതിൽ നമുക്ക് പുതിയ ഒരാൾ നമ്മുടെ ബിസിനസ് പാർട്ട്ണറായി വരുന്നുണ്ട്. ഇതൊക്കെ പറയാം. സോ പുതിയ ബിസിനസ് പാർട്ട്ണർ, പുതിയ ഇൻവെസ്റ്ററിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരുമല്ല, സോ പുതിയ ഇൻവെസ്റ്റേഴ്സിനൊക്കെ വേണ്ടേ. സോ നിങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഇൻവെസ്റ്റർ ആയിരിക്കും. സോ ആദ്യമേ ഇൻവെസ്റ്ററിനെ പരിചയപ്പെടാം ആൻഡ് പുതിയ ബിസിനസ് എന്തൊക്കെ പറയാം. ആൻഡ് ഹോപ്പ്ഫുള്ളി ആഫ്റ്റർ ദിസ് ചൈന ട്രിപ്പ് എവറിത്തിങ് വിൽ ബി എല്ലാവരും ഒരു വിചാരിച്ച പോലെ നടക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വ്ളോഗ് തുടങ്ങാം. ഹലോ അമ്മ, ഞാൻ പുതിയ ഞങ്ങളുടെ ഇൻവെസ്റ്ററിനൊക്കെ കണ്ടുപിടിച്ചു. അവരുടെ ഏതോ ഒരു കോടീശ്വരരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ പുതിയ ബിസിനസ്സിൽ. ബിസിനസ് വളരണമെങ്കിൽ കോടീശ്വരന്മാര് വേണ്ടേ? ആരെ സപ്പോർട്ട് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ ഞാൻ പറയായിരുന്നു, ഞങ്ങള് ഈ ഒരു ചൈന ട്രിപ്പ് ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് ട്രിപ്പ് ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ, അടിച്ചുപൊളി അതൊന്നുമല്ല, വളരെ ആഗ്രഹത്തോടെ എന്താ പറയുന്നത്, നമ്മള് ഡ്രീം ചെയ്ത ഒരു കാര്യം നടത്താൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ്. അപ്പൊ ഞാൻ അമ്മേനോട് തമാശക്ക് ചോദിച്ചു, ഒരു മാസം മുമ്പ്, 2 മാസം മുമ്പാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം പറഞ്ഞ് പ്ലാൻ ചെയ്തതിന് ശേഷം, സാമ്പിളൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാൻ പോവാണ്, അപ്പൊ വല്ല താല്പര്യമുണ്ടോ, ഇൻവെസ്റ്റർ ആവാനൊക്കെ താല്പര്യമുണ്ടെന്ന് ചുമ്മാ ചോദിച്ചാണ്. അപ്പൊ അമ്മ പറഞ്ഞു, ആദ്യം വെയിറ്റ് ചെയ്യ്, പോകാറാവുമ്പോഴേക്ക് ഞാൻ തീരുമാനിച്ചിട്ട് പറയാത്. അപ്പൊ അമ്മ എന്തോ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ അത്? എന്താ, നീ എനിക്ക് എന്റെ അടുത്ത് ഒരു പൂവല്ലേ ചോദിച്ചുള്ളൂ, ഞാൻ പൂന്തോട്ടമേ തരാൻ പോവാ. പോരെ? അതോ എടുത്തോട്ട് പൂന്തോട്ടം. എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ച്, എന്താ അമ്മ ഇത്? അമ്മ എന്ത് ഇങ്ങനെയൊക്കെ ചെയ്തേ? ഓ താങ്ക് യു. ബ്ലെസ്സിംഗ് ആണോ? ബ്ലെസ്സിങ്ങോ? പിന്നെ ഞാനല്ലാതെ പിന്നെ ആരാ സിൻസിയറായിട്ട് ബ്ലെസ് ചെയ്യുന്നവര്? നീ എന്റെ അടുത്തേ കുറച്ച് നോട്ട് തരാമോ എന്ന് ചോദിച്ചല്ലോ, അതായത് ഹെൽപ്പ് ചെയ്യാമോ എന്നുള്ള രീതി. അതുകൊണ്ട് ഞാൻ നിനക്ക് നോട്ട് മാല ഇടാൻ പോകുവാണ്. അമ്മ തന്നതാണ്, ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്? ചോദിച്ചപ്പോഴേക്കും സപ്പോർട്ട് ചെയ്ത് ആൾക്കാർ വന്ന് നമ്മളെ, ആൾക്കാരല്ല, അമ്മ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ വെരി ഹാപ്പി. ഇതൊക്കെ പിന്നെ അമ്മ ഒരു ഗസ്റ്റിന് വേണ്ടി ചെയ്തതാണ്. അപ്പൊ പറയും, ഇങ്ങനെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മണി എപ്പോഴും കൂടെ കാണും, ഒരു ബ്ലെസ്സിങ് ആയിട്ട് കണക്കാക്കിയാൽ മതി ഇത്. സോ നമ്മുടെ പുതിയ ഇൻവെസ്റ്റർ. ഓക്കെ അമ്മ, താങ്ക് യു. ഫുൾ സിൻസിയറായി പണിയെടുത്ത് ഹോപ്പ്ഫുള്ളി ഇതുവരെ എനിക്ക് ബിസിനസ് അറിയാലോ, ABCD ഒന്നും അറിയില്ലായിരുന്നു ജീവിതത്തിൽ ഇതുവരെ. ഇതൊന്നും അതെ, അമ്മയ്ക്ക് അമ്മ ടെൻഷൻ ഇല്ലായിരുന്നോ? അമ്മ ഇങ്ങനെ അമ്മയുടെ സേവിങ്സ് എന്നൊക്കെ അല്ലേ അമ്മ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തേ? എന്നാലും രണ്ടും കൽപ്പിച്ചാണ്. അതെ, എങ്കിലും എന്തിനു ടെൻഷൻ അടിക്കണം? പേടിച്ച് പിന്മാറുന്നതിലും നല്ലതല്ലേ നമ്മള് ട്രൈ ചെയ്തിട്ട് ഫെയിലിയർ ആവുന്നത്. നമ്മൾ ട്രൈ ചെയ്തിട്ടല്ലേ ഫെയിലിയർ ആവുന്നത്. ചുമ്മാ മാറിയിരുന്ന എന്ത് കിട്ടാനാ? ഒന്നുമില്ല. അപ്പൊ ഇതോടെ നീ അങ്ങ് ഇതിന്റെ ലൈഫ് ലെസൺ ആണ് ഇന്ന് ഈ അമ്മ പറഞ്ഞത്. ഒന്നിനും പേടിച്ചിരുന്ന ഒരു കാര്യവും നടക്കൂല. ഇല്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യണം. അത് ചിലപ്പോ ക്ലിക്ക് ആവും, ഇനി ഫ്ലോപ്പ് ആവും. അത് ലക്ക്, ഹാർഡ് വർക്കും ലക്കും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് എന്തായാലും അതിന്റെ ഒരു ഫലം കിട്ടും. ഹാർഡ് വർക്ക് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം. ഷുവർ. അത് ഇതുവരെ അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇനി അമ്മയ്ക്ക് ഒരു പ്രോമിസ് കൂടിയാണ്, ഇതുവരെ ചെയ്തതിൽ ഇനിയും മാക്സിമം കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ പുതിയ സംരംഭമൊക്കെ ഹിറ്റാക്കാൻ നോക്കുന്നതായിരിക്കും. ഇതേപോലെ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് സാധിക്കട്ടെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ അമ്മയും ഏതും ഉള്ളു ഇവിടെ. ഞാൻ ഏകദേശം ഒരു 3 വീക്സോളം ഉള്ള യാത്രയാണ്. അതിന്റെ ഇടയ്ക്ക് എന്റെ ബർത്ത്ഡേയും കൂടെയാണ് കേട്ടാ. അതല്ല, വിഷ് ചെയ്യണം. മതി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. പോയിട്ട് വരാം. ബൈ. ഇനി ഞാനും കൂടെ ഉള്ള ഒരു തകർക്കും ഞങ്ങള്. ഡ്രൈവർ ഉണ്ടല്ലോ, നമുക്ക് എവിടെ വേണമെങ്കിലും പോയല്ലോ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അടുത്ത സാറ്റർഡേ ആണെന്ന് തോന്നുന്നു ഒരു സിനിമ ഇറങ്ങും, ഇംഗ്ലീഷ് പടമാ. കൊണ്ടുപോകണം. അവൻ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുക, ഞാൻ വരുമ്പോഴേക്കും ചിലപ്പോ പോവും.
കേട്ടാ. ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് തരാം. ജസ്റ്റ് തിയേറ്ററിൽ പോയി അവിടെ പോയി സുഖമായിട്ട് ഉറങ്ങിയാൽ മതി. ഞാൻ മറ്റേ റിക്ലൈനർ എടുത്ത് തരാം. അതുപോലെ ഏറ്റവും ബാക്കില് കിടന്നുറങ്ങുക. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. ഓക്കേ. ഞാൻ സൂപ്പർമാനെ കൊണ്ടുപോയി. അത് ഫോറം മോളിലെ നല്ല തിയേറ്റർ ഉള്ളൂ. രാഹുലിനോട് ഞാൻ പറയാം. അപ്പൊ പിന്നെ ഡ്രൈവർ ഉള്ള കാരണം ഞങ്ങൾക്ക് അല്ലെങ്കിലും കറങ്ങാലോ. അത് കറങ്ങിക്കോ. ഞാൻ ഈ സിനിമയുടെ കാര്യം പറഞ്ഞതാ. അതെന്നെ ഓർപ്പിച്ചാൽ മതി, എനിക്ക് ഓർമ്മ കാണൂല എന്നാന്ന് മെസ്സേജ് ഇട്ടാ മതി. ഞാൻ പറയാം. അമ്മയ്ക്ക് ഇപ്പൊ നമ്മളൊരു പുതിയ ഡ്രൈവറിനെ വെച്ച വേദന സ്കൂളിലാക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ വെറുതെ വെളിയിൽ പോണം. കറങ്ങാനായിട്ട്. അമ്മ ചുമ്മാ മറ്റേ അപ്പുറത്ത് ഉപ്പേരി വാങ്ങാനും ഇപ്പുറത്തേത് വാങ്ങാനും ഫുൾ കറക്കോ. അപ്പൊ എക്സൈറ്റ്മെന്റ് കാരണം ചുമ്മാ കറങ്ങാലോ. ഓക്കെ അമ്മ. അപ്പൊ ബൈ ബൈ. നമുക്ക് 1 മാസം അല്ല 3 ആഴ്ച കഴിഞ്ഞ് കാണാം. താങ്ക് യു. അപ്പൊ ഗൈസ്, ഒരാളുടെ ബിസിനസ് ഐഡിയ എന്താണെന്ന് ഞാനിപ്പോ പറയുന്നില്ല, കാരണം അവിടെ പോയി എല്ലാം ചെയ്ത് നമ്മൾ പ്രൊഡക്ട്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം സക്സസ്ഫുൾ എത്തിക്കഴിഞ്ഞ് ലോഞ്ച് ആകുമ്പോഴേക്ക് നിങ്ങളുടെ അടുത്ത് ഓബ്വിയസ്ലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ആൻഡ് ഐ ഗ്യാരണ്ടി ദ പ്രോഡക്റ്റ് ആൻഡ് ദ ക്വാളിറ്റി വിൽ ബി റിയലി ഗുഡ് ആൻഡ് അഫോർഡബിൾ പ്രൈസ്. അതാണല്ലോ നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി വേറൊരാളുടെ ഒരു ബിസിനസ് ഐഡിയ കൂടെ ഉണ്ട്, അതും കൂടെ കാണാം. അപ്പൊ പ്രിയ സെറ്റ്, നാളെ നമ്മുടെ യാത്ര തുടങ്ങുവാണ്. അടുത്ത പുതിയ എന്താ പറയുന്നത്, ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനായിട്ട്. ഓൾറെഡി ബിസിനസ് ഒരു പുതിയ ടൈപ്പ് ഓഫ് ബിസിനസ്. ഇവര് വിചാരിക്കും ഇവർക്ക് ഇതേ ഉള്ളൂ എന്ന് വിചാരിക്കില്ലല്ലേ. ഓരോ ടൈം ഓരോ പുതിയ. നമ്മളാണ് ഏറ്റവും കുറവ്. അറിയാവുന്ന പിള്ളേരൊക്കെ ഇത് 10-20 ഒക്കെ ആയിട്ട് ചെയ്യുക. നമ്മള് കുറെ ലേറ്റ് കമ്പേഴ്സ് ആയി പോയി. പക്ഷെ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് പോകും. അപ്പൊ അതെ, നമ്മുടെ ചൈന ട്രിപ്പില് ഇത്തവണ നമ്മള് പുതിയതായിട്ട് സോഴ്സ് ചെയ്യാൻ നോക്കുന്നത് എന്താന്ന് കുറച്ച് സാമ്പിള് കാണിക്കും. ലാസ്റ്റ് ടൈം നമ്മൾ പോയപ്പോ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ കുറച്ച് സാമ്പിൾസ്. അതെ, ഫസ്റ്റ് ബാഗ് കൊള്ളാവോ? ഞങ്ങള് കൊറേ കണ്ടു. കുറച്ച് ആൾക്കാര് സാമ്പിൾ ഞങ്ങക്ക് തരുന്നുള്ളായിരുന്നു. സോ അത് കുറച്ച് വാങ്ങി ഉപയോഗിച്ച് നോക്കി. ഇത് ഫുൾ മെറ്റലാണ്. ആക്ച്വലി സ്പീക്കിംഗ് ഇത് ഞാൻ എന്റെ ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷെ ഞാനത് കൊടുത്തില്ല. എനിക്ക് ഇഷ്ടമായിട്ട് ഞാനത് കൊടുത്തില്ല. എങ്ങാനും ചേച്ചി വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ എവിടെ എടുക്കടി എന്റെ ബാഗ് എന്ന് പറയും. സോ ഞങ്ങൾ ആക്ച്വലി കുറച്ചധികം ബാഗ്സ് സാമ്പിൾ നോക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. സോ അതിങ്ങനത്തെ കുറച്ച് ബാഗ്സ് ആയിരിക്കും ഇപ്പൊ നമ്മൾ കാണിക്കുന്നത്. ഇതിന്റെ ഒരു 100 ടൈംസ് ആയിരിക്കും നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് 5-6 കളക്ഷനെ കാണിക്കുന്നുള്ളൂ കേട്ടോ. അത് മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി അവിടെ പോയിട്ട് എന്തൊക്കെ വാങ്ങുന്ന കാണിച്ചു അല്ലേ. ഇതൊരു സാറ പാറ്റേൺ ആണ് ഈ ബാഗ്. ഇതിന്റെ തന്നെ പല കളേഴ്സും ഉണ്ട്. നമ്മുടെ അവിടെ കാണും. എന്റെ ഈ ഒരു കളറേ ഉള്ളൂ. അത് എങ്ങനെയാണ് ഇത് തുറക്കാൻ അറിയില്ലല്ലോ. തുറക്കാൻ ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ബാഗ് ഉണ്ടായിരുന്നു. അത് വേറൊരു ബാഗ്, അത് കാണിച്ചു തരാം കേട്ടോ. ഒരു ഫോണും ഒരു ലിപ്സ്റ്റിക്കും മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ ഇനി പോകുമ്പോ കിട്ടുമെന്നും അറിയില്ല. അവിടെ ഫാഷൻ എല്ലാം 2 ദിവസം മാറുമല്ലോ. ഇതൊരു പാർട്ടി വെയർ ബാഗാ. ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ പൗച്ച് ലൈക്ക് മിനി. ഓ എന്താ ഇത്, എന്റെ മുഖം എനിക്ക് കാണാലോ ഇതില്. കണ്ട, ഇതും ഒരു ട്രെൻഡി പാർട്ടി വെയർ ബാഗാണ്. ഇത് തുറക്കാനാണ് പാടല്ല. അവരാ ടെക്നിക്ക് കാണിച്ചു തന്നു. ഒരവിടെ പറഞ്ഞ എളുപ്പമാണ്. നമ്മുടെ വാച്ച് ഒക്കെ ഇടുന്ന പോലെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ വേണം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫംഗ്ഷന് പോയി തുറക്കാൻ പറ്റാത്തോണ്ട് അങ്ങനെ പറയാണ്. അല്ല, നാണം കിട്ടു പോവില്ലേ ഇങ്ങനെയൊക്കെ പിടിച്ച് തുറക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഇതൊക്കെ നമ്മള് വാങ്ങുമെന്ന് അറിയില്ല. യൂസ്ഡ് ആവണം, എന്നാലേ തുറക്കാൻ പറ്റുള്ളൂ. തുറക്കോ? ആരോടെങ്കിലും സഹായം ചോദിക്കുക. നിങ്ങൾക്ക് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു നാണക്കേടും വിചാരിക്കണ്ട. അപ്പൊ നിങ്ങൾ ഈ ബാഗ് വാങ്ങണ്ട, ഞങ്ങള് കൊണ്ടുവരുന്നതായിരിക്കില്ല. ഭയങ്കര ഇപ്പത്തെ ഇതാക്കണ്ട, ഇത്ര സിമ്പിളാ. അതിനാണ് ഈ കിടന്ന് കാണിക്കുന്നത്. ഒരു ചെയിൻ ഇവിടെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ഇതുപോലത്തെ ഒരു ലെയർ ഉണ്ട്. ഈ സൈഡിൽ കൂടെ വീഴാതിരിക്കാനാണ്. പിന്നെ ചെയിൻ ഉണ്ട്, ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. ഇതിലും അതുമാതിരി ഫോണോ ലിപ്സ്റ്റിക്കോ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇനി തുറന്ന ഒന്നുകൂടെ നോക്കട്ടെ. ആ തുറന്ന് കണ്ടില്ലേ പോരെ, ഇനി എന്തിനാ തുറക്കണം? ഇനിയിപ്പോ വാങ്ങുന്നവർ തുറന്നാ മതി. ഇത് ഭയങ്കര സ്റ്റൈലിഷ് ആണ്, ട്രെൻഡി ആണ്. ഇതും ഇതുമാതിരി ഫംഗ്ഷൻ വെയറിന് ഇടാൻ പറ്റും. ഇതൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് വന്നിട്ട് മറ്റേ കോളേജ് ഗോയിങ് യങ് ക്രൗഡിനെ പറ്റിയ ഇത് കണ്ടോ.
വെരി നൈസ്. നൈസ് കളർ. ഇതൊക്കെ ആക്ച്വലി ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വൈറ്റ് ലക്ഷറി എന്ന് പറയുമല്ലോ. ഇറ്റ്സ് നോട്ട് ഈവൻ ഇറ്റ്സ് നോട്ട് ലക്ഷറിയസ്. ചിലവർക്ക് ബ്രാൻഡ് ഭയങ്കരമായിട്ട് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഇഷ്ടമല്ല. സോ അങ്ങനത്തെ വർക്കൊക്കെ ഇങ്ങനത്തെ ബാഗ്സ് ഇഷ്ടപ്പെടും. ആ സമയത്ത് ക്വാളിറ്റി ആൻഡ് ഓൾ ഇസ് റിയലി നൈസ്. ശരിക്കും പറഞ്ഞാൽ പോപ്പുലർ ബ്രാൻഡ്സിന്റെ ക്വാളിറ്റി തന്നെയാണ് ഇങ്ങനത്തെ ബാഗിന്. ഉള്ളി തിങ്സ് ഇത് ബ്രാൻഡഡ് ബാഗ് അല്ല, പക്ഷെ അതേ ക്വാളിറ്റിയാണ്. അതെ, അതേ ഫാക്ടറിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് ഇറങ്ങുന്നവരാണ് നമ്മൾ കേട്ടത്. അതെ, അതേ ഫാക്ടറിയിൽ നിന്ന് തന്നെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. സോ ആ ഒരു ക്വാളിറ്റി എന്തായാലും നല്ല മണം ഉണ്ടാവും ഇങ്ങനത്തെ ബാഗ്സിന്. സോ ഇതുമാതിരി ട്രെൻഡി സ്ലിംഗ് ബാഗ്. അടുത്തത് ഒരു ചെറിയ സ്ലിംഗ് ബാഗ്. ഇതാ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റിയ ചെറിയ സ്ലിംഗ് ബാഗ്. ഇത് ഫാബ്രിക് തൊട്ട് നോക്ക് ഇവിടെ. നൈസ് നോ? പക്ഷെ എന്താ ഫാബ്രിക് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ നൈസ്, വെരി ലൈക്ക് സോഫ്റ്റ് ഒരു വാക്സി ഫീലിംഗ് ഒക്കെ ഉണ്ട്. വെൽവെറ്റ് ഫാബ്രിക് പോലെ ഒരു ഫാബ്രിക്. ഇത് സ്ട്രാപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതൊരു മൂൺ ബാഗ്, യൂണിക്ലോന്റെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ട്. അതിന്റെ തന്നെ വേറെ മെറ്റീരിയൽ. ഇതും ഒരു സ്ലിംഗ് ബാഗ് ആണ്, അകത്ത് സിബ് ഒക്കെ ഉണ്ട്. സോ എക്സാക്ട്ലി ഇത് തന്നെ സെയിം കിട്ടിയില്ല എങ്കിലും ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു പാറ്റേൺ ബാഗ്സ് ആണ് നമ്മൾ. ഇങ്ങനെയല്ല, ലെങ്ത് ഉണ്ട് കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. ലെങ്ത് കൂട്ടാൻ നമുക്ക് കേട്ടോ. ഓ, ഇതാണ് ഏറ്റവും ട്രെൻഡിങ് കേട്ടോ. മമ്മി ഒരെണ്ണം വാങ്ങി. മമ്മി ഇത് വാങ്ങി. മമ്മി ഞാനും അടിയായിരുന്നു ഈ ബാഗിന് വേണ്ടി. മമ്മി വേറെ വാങ്ങിയല്ലോ. അല്ല, ഇത് കണ്ടിട്ട് ഞാൻ എടുത്തപ്പോ മമ്മിക്ക് ഇത് വേണമെന്ന് പറഞ്ഞു. മമ്മി ട്രെൻഡിങ് ആയി. ഞാൻ തരില്ലാന്ന് പറഞ്ഞു. മമ്മി ഇതിന് വാശിക്ക് വേറൊരു ബാഗ് വാങ്ങി, വേറെ ഷേപ്പ്. അപ്പൊ കടയിൽ അയാൾ പറഞ്ഞു ഇതാണ് യങ് ക്രൗഡിന് മാച്ചിങ്. യുഎസിലെ $100 വിൽക്കുന്നത്. മമ്മിക്ക് വേറൊരു ടൈപ്പ് ബാഗ് വാങ്ങിയത്. പക്ഷെ ഇത് ഭയങ്കര ഭംഗിയില്ലേ? ഈ ഒരു യോയോ ലുക്ക് ഇല്ലേ? ബോഹോ ലുക്ക് ഒക്കെ ഇല്ലേ? അല്ലേ? അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് എന്ന് പറയാം ഈ ബാഗ്. ആരെങ്കിലും ഇട്ട് പോയാലുണ്ടല്ലോ. ഇത് ലെതർ ആണോ? ലെതർ, പ്യോർ ലെതർ ആണ്. ഇത് ഇട്ട് പോയാൽ എല്ലാരും നോക്കുകയും ചെയ്യും, ആരും മറക്കത്തുമില്ല എനിക്ക് ബാഗ് ഉണ്ടെന്ന്. അല്ലേ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ആണ്. മറ്റേ ബാഗ്സ് ഒക്കെ കുറെ പീസസ് കാണുമല്ലോ, ഇതൊക്കെ യുണീക് പീസസ് ആണ്. സോ ഇത് എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടാ കൊള്ളാല്ലേ? സോ ഇങ്ങനത്തെ ബാഗും നമ്മള് ട്രൈ ചെയ്യുന്നുണ്ട് കൊണ്ടുവരണം. അതെ, സെയിം കിട്ടുമെന്ന് അറിയില്ല, ട്രൈ ചെയ്യുന്നുണ്ട് നമ്മൾ കൊണ്ടുവരാൻ. അപ്പൊ പ്രിയ, നമ്മള് ഇതെല്ലാം പോസിറ്റീവായിട്ട് എനിക്ക് ഇത് കൊറേ പണി കാണും. ബാഗ് ഇഷ്ടമായൊന്നും പറയാം. ബാഗ്സ് ഇങ്ങനത്തെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ. നമ്മളവിടെ ഷോപ്പിലും എക്സിബിഷൻസ് ഒക്കെ ഉടനെ കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ ടൈപ്പ് ബാഗ്സ് കൊണ്ടുവരണം. അതെ, സജസ്റ്റ് ചെയ്താൽ വിൽ ഓബ്വിയസ്ലി ടേക്ക് ഓൾ ഓഫ് ദാറ്റ് ഇൻ കൺസിഡറേഷൻ. സോ കുറെ പുതിയ കാര്യങ്ങളായിട്ട് വളരെ ഒരു ബ്ലെസ്ഡ് ട്രിപ്പ് ആവട്ടെ. ഇതിന്റെ ഇടയ്ക്ക് എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഫസ്റ്റ്. സോ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു ജേർണി ആയിരിക്കും ഇത്, ഒരു ലോങ് ജേർണി. ആൻഡ് തിരിച്ചു വരുമ്പോൾ ഫുൾ ഓഫ് പോസിറ്റിവിറ്റി ആൻഡ് ഫുൾ ഓഫ് പ്രോഡക്ട്സ് എല്ലാം ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, സോ നേരത്തെ കയറി കിടന്നോ, നാളെ നേരെ നമ്മുടെ യാത്ര തുടങ്ങുന്നു. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.